ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഐറ്റം നമുക്ക് റമദാനിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ റമദാനിന് തന്നെയെന്നില്ല, നോമ്പല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഡിന്നറിന് ഉണ്ടാക്കാം. വേറെ സെപ്പറേറ്റ് കറിയൊന്നും ഉണ്ടാക്കണ്ട, രണ്ടും കൂടെ വരുന്ന നല്ലൊരു അടിപൊളി റൊട്ടിയാണ് കേട്ടോ. അപ്പോൾ കീമ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പൊറോട്ടയാണ് ഞാൻ കാണിക്കുന്നത്. പൊറോട്ട എന്ന് പറയുമ്പോൾ പറാത്ത, കീമ പറാത്ത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവർ ഇതൊന്ന് നോക്കിയിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് സ്നാക്കായിട്ടും തിന്നാം, അതേപോലെ തന്നെ മെയിൻ കോഴ്സായിട്ടും ഉപയോഗിക്കാം. രണ്ട് രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നോമ്പൊക്കെ ആണെങ്കിൽ നോമ്പിന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റാലി ഉണ്ടാക്കി കഴിഞ്ഞാൽ പണിയും എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. സെപ്പറേറ്റ് കറിയോ അല്ലെങ്കിൽ പൊറോട്ട ഒന്നും വേറെ വേറെ ഉണ്ടാക്കിയെടുക്കണ്ട, പണിയും എളുപ്പമാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ വയറ് നിറയുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് കൊടുക്കുക. അതേപോലെ തന്നെ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് ഞാൻ ആദ്യം കുഴച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. 2 കപ്പ് മൈദയാണ് ഇപ്പോൾ ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ, നല്ല ചൂടുവെള്ളം. അപ്പോൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അധികം നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് കുഴക്കുകയാണെങ്കിൽ ചൂടുവെള്ളം വെച്ചിട്ട് സ്പൂൺ കൊണ്ട് ആദ്യം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുഴച്ചെടുത്താൽ മതി. ഈ ഒരു പാകത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്, എന്നാൽ കയ്യിലൊട്ടൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാകത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് തന്നെ അത് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഈ ഒരു മാവ് ഉണ്ടാവുക. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ എന്താ സുഖം എന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ഓയിൽ ചേർത്ത് കുഴക്കേണ്ടിയില്ല, അതേപോലെ തന്നെ കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുമില്ല. അപ്പോൾ രണ്ടും ലാഭമാണ്. അപ്പോൾ ഇനി നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലുള്ള ഒരു ബോളാക്കി മാറ്റിയാൽ മതി കേട്ടോ. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്നാക്കായിട്ട് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉരുളാക്കിയിട്ട് ഉരുട്ടിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വലുതായിട്ടാണ് കാണിക്കുന്നത്, ഇതാകുമ്പോൾ പണി എളുപ്പമാണ്. അപ്പോൾ അതങ്ങനെ നല്ല ഷേപ്പ് ചെയ്ത് ഉരുളകളാക്കി മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിൽ. പൊറോട്ടയ്ക്ക് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് ഈ ഉരുള ഓരോന്നും എടുത്തിട്ട് എല്ലായിടത്തും അതിൻ്റെ എണ്ണ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ ആവുന്ന രീതിയിൽ ഉരുളയൊക്കെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇളക്കി എല്ലാത്തും വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എണ്ണ ഒന്ന് നല്ലോണം എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതൊരു പ്ലേറ്റ് വെച്ച് മൂടിയിട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ്. കുറേ നേരം ഒന്നും വെക്കണ്ട, നമുക്കിനി മസാല ആവണ സമയമേ വേണ്ടിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തത് മട്ടൻ്റെ കീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചിക്കൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബീഫ് ഉപയോഗിക്കാം. അപ്പോൾ കീമ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ വാങ്ങിയിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അതന്നാണ് കീമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള 2 ഉള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം ഓയിൽ അധികം വേണ്ട, മട്ടൺ ആയതുകൊണ്ട് മട്ടണിന് കുറച്ച് നെയ്യ് ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതാ ഒന്ന് ജസ്റ്റ് 1 മിനിറ്റ് നേരമാണ് ഞാനത് വാട്ടിയത്. ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ. ഈ ഉള്ളി സോഫ്റ്റ് ആവുക കളർ മാറുക ഒന്നും ചെയ്യണ്ട. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു മട്ടനും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ മട്ടനും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്, അതും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരച്ച ഇഞ്ചി 3/4 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ വെളുത്തുള്ളി അരച്ചതും ഒരു 3/4 ടേബിൾ സ്പൂൺ. 1 കിലോ ആണ് ഈ ഒരു മട്ടൻ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 1 കിലോ മട്ടൺ ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, ഒക്കെ ടീസ്പൂണാണ്. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് ഇട്ടത്. അത്ര തന്നെ മുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ തന്നെയാണ് ഗരം മസാല ഇടുന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 3 പ്രാവശ്യം ഇടുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മളെ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് പൊടികൾ ആവശ്യമുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എല്ലായിടത്തും ഒരേപോലെ എല്ലായിടത്തും ആയിക്കഴിഞ്ഞാൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിലാക്കി വെക്കുക. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരച്ച ഇറച്ചി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും സമയം ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം, നല്ലോണം വെന്തിട്ടുണ്ട്. ആ ഉള്ളിയൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ കിടന്ന് നല്ലോണം ഒന്ന് വാടി അതെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ എണ്ണയൊക്കെ തെളിയുന്നൊരു പാകം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ അരക്കണ ഇറച്ചി ആയതുകൊണ്ട് തന്നെ ഇറച്ചിയായാലും ചിക്കനായാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇലയാണ് ചേർക്കാൻ പോകുന്നത്, മല്ലിയില അരിഞ്ഞത്. അതൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ചെറിയ ചൂട് തന്നെ ആ ഇല അങ്ങ് വാടിക്കോളൂ, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു മസാല കേട്ടോ. ഇത് വെച്ച് നമുക്ക് സമൂസക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന മസാല തന്നെയാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുള ഉണ്ടല്ലോ, എണ്ണ പുരട്ടി വെച്ചിട്ടുള്ള ആ ഉരുള, അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ വീശലൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. ഈ ഇത്രയും സമയം വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനാണ് ചൂടുവെള്ളത്ത് കുഴച്ചത്. അപ്പോൾ കൗണ്ടർ ടോപ്പിലാണ് ഇനി ഇത് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ മുന്നേ കാണിക്കുന്നത് 2 മുട്ട എടുത്ത് വെക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് ഇതിൽ ചേർക്കേണ്ടതാണ്, അതുകൊണ്ട് അത് ആദ്യം തന്നെ ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ അത് മുട്ട ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ നല്ലോണം പരട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ ഓരോ ഉരുള എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വീശിയെടുക്കാനൊക്കെ പ്രയാസമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് എണ്ണ ഒന്ന് കൈ ഇടയ്ക്കിടയ്ക്കൊന്ന് ആ പാത്രത്തിൽ മുക്കിയാൽ മതിട്ടോ. ആ ഒരു എണ്ണ ആവശ്യമുള്ളൂ, വേറെ ഓയിലൊന്നും വേണ്ട. ആദ്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കോയിലുകൊണ്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഞാനിതിൽ കാണിക്കുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം നമ്മൾ ആ പാത്രത്തിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ എണ്ണ നല്ലോണം പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം കൈ വെച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ എളുപ്പമാണ് കേട്ടോ, ഇത് തൊടുമ്പോൾ തന്നെ അങ്ങനെ പരന്ന് വരും. ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് എണ്ണയിൽ മുക്കി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ശ്രദ്ധിക്കുക, കീറിപ്പോകാൻ പാടില്ല. ഓട്ട ആവാണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, നല്ലോണം തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ നല്ലോണം പരന്ന് വരും. അടിയിൽ ആ ടേബിളൊക്കെ ഉള്ളോട്ടൊക്കെ കാണാൻ തുടങ്ങും കണ്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ സൈഡാണ് ശ്രദ്ധിക്കേണ്ടത്. സൈഡ് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. നല്ലോണം തിന്നാവണം കേട്ടോ. അപ്പോൾ സൈഡ് തീരെ കട്ടിയായി പോകാൻ പാടില്ല, നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, പെട്ടെന്നാവും. ഇനിയിപ്പോൾ മസാലയാണ് വെക്കേണ്ടത്. അതിൻ്റെ മുന്നേ നമുക്കിത് ഒരു ഭാഗം മാത്രം അതൊന്ന് മടക്കി എടുക്കണം കേട്ടോ. അങ്ങനെ 2 ഭാഗത്തുനിന്ന് ഉള്ളോട്ടാക്കിയിട്ട് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റൊട്ടീൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ തടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇത് മടക്കാണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തെ റൊട്ടി നല്ല തിന്നായിരിക്കും, മറ്റേ ഭാഗം കട്ടിയായിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക. കൂടുതലോ കുറവോ എത്ര വേണ്ടിയെന്ന് വെച്ചാൽ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഇത്ര വെച്ച സമയത്ത് ഇത് കുറച്ച് അധികമായിട്ടാണ് എനിക്ക് തിന്നുന്ന സമയത്ത് തോന്നിയത്. അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഇത്ര വെക്കേണ്ടിയില്ല, കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്ര വെച്ചപ്പോൾ അസ്ലങ്കയും പറഞ്ഞത് കൂടുതലാണ്, ഇത്ര നമുക്ക് ആവശ്യമില്ലേനോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ഞാനൊരു സ്ക്വയർ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ, അത് 1-2 സ്പൂണ് മതി ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട നമുക്ക് പുറത്തേക്ക് ഒലിച്ച് പോകാൻ പാടില്ല, സൈഡ് ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒഴിച്ച സമയത്ത് ഇതാ സൈഡിൽ കൂടെ ഒന്ന് ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അത് ഉള്ളോട്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഈ ജസ്റ്റ് ഇപ്പുറത്തെ ഈ 2 ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ വേറെ പശയൊന്നും വേണ്ട, ഈ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഒട്ടിക്കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുക. തിരിച്ചിങ്ങോട്ടും ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഓട്ടയൊക്കെ അയക്കണമെങ്കിൽ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. നടുവിൽ കണ്ടില്ലേ ചെറിയൊരു ഓട്ടം ഉള്ളത്, ഞാനിപ്പോൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതങ്ങ് നല്ലോണം ഒന്ന് ഒട്ടിക്കിട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതങ്ങ് ഒട്ടിക്കോളും. അപ്പോൾ ആ ഒരു മസാല ഒന്ന് എന്താ പറയുക, ഒന്ന് ഒട്ടിക്കിട്ടാനും നല്ല ലെവലായിട്ട് അവിടെ നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയും കൂടെ ചേർത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എങ്ങനെ അത് വെക്കലെന്ന് വെച്ചാൽ, ഒന്ന് പരത്തി കഴിഞ്ഞാൽ അടുത്ത പരത്തണമെങ്കിൽ ഇത് എടുക്കുമ്പോൾ ഒരു പ്രയാസമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പ്ലേറ്റിലാക്കിയിട്ടാണ് വെക്കൽ. അപ്പോൾ പ്ലേറ്റിലാക്കി വെക്കുകയാണെങ്കിൽ ഓരോന്നും എടുത്ത് ചൂടാൻ നല്ല എളുപ്പമാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഓരോന്നും എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഫില്ല് ചെയ്തത് ചിലപ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഞാനൊന്ന് സ്പീഡാക്കി കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ തൊടുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ പരന്ന് വരികയും ചെയ്യും, എണ്ണ ആയതുകൊണ്ട്. അപ്പോൾ അതാ കുറച്ച് മുട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തും റെഡിയായി. ഇപ്പോൾ ഇതും ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ പ്ലേറ്റിലാക്കി വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് എടുത്ത് ചൂടാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 7 ഉരുളയും വെച്ചിട്ടുണ്ട്. അപ്പോൾ 7ാമത്തെ ഉരുളയിൽ ഫില്ലിംഗ് ഇല്ല, ഫില്ലിംഗ് തീർന്നുപോയി. അപ്പോൾ അത് ഞാൻ പൊറോട്ടാക്കി ചുറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്ര ഫില്ലിംഗ് വെക്കണ്ട, അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കണ്ടില്ല, ബാക്കി 6 എണ്ണവും ഞാനിങ്ങനെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ എടുത്ത് ചൂടാൻ നമുക്ക് എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കുക. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു സാധാരണ ഫ്രൈ പാനാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് ചുടുന്ന സമയത്ത് ഒരുപാട് ഓയിൽ വേണ്ട, ചെറുതായിട്ട് മതി. ഇപ്പം ഞാൻ ഈ ഒഴിച്ച ഓയിൽ ഫസ്റ്റത്തെ തന്നെ കുറച്ച് അധികമാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്ലേറ്റ് ഒന്ന് തിരിച്ച് വെച്ചാൽ തന്നെ പെട്ടെന്ന് ഇത് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതിലേക്ക് ഇടാൻ എളുപ്പമാണ്. അപ്പോൾ സൈഡൊന്ന് കളറ് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ തീ വളരെ ചെറുതാക്കി വെക്കരുത്, ഒരു മീഡിയം തീയിലാണ് ചുട്ടെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പൊറോട്ടൻ്റെ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. പൊറോട്ട ഞാൻ 2-3 പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മീഡിയം തീയിൽ തന്നെ ചുട്ടെടുക്കണം, തീ കുറഞ്ഞു പോയാൽ ഹാർഡായി പോകും. അപ്പോൾ അത് നല്ലൊരു കളറാകണ വരെ 2 ഭാഗവും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് വേവിച്ചെടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള മുട്ട ഉണ്ടല്ലോ, അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് നല്ലോണം പുള്ളി വരും കേട്ടോ. അപ്പോൾ ആ പുള്ളിനനുസരിച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരികയും ചെയ്യും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് കോരി മാറ്റാം. ഇപ്പോൾ ഫസ്റ്റത്തെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഫസ്റ്റത്തെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത കാണിച്ചു തരാം. ആ ഒരു എണ്ണ തന്നെയാണ്, അതിലേക്ക് ഞാൻ രണ്ടാമത്തവും തിരിച്ചിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്സ് ആയിട്ട് ഒറ്റിച്ച് കൊടുത്താൽ മതി. അത്ര എണ്ണ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. 2-3 ഡ്രോപ്സ് ആയിട്ട് സൈഡ് ഒന്ന് ഒറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളറ് മാറിയാൽ തിരിച്ചിട്ട് കൊടുക്കുക കണ്ടോ. ഇപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ഭാഗത്തും ഇതേപോലെ തന്നെ 2-3 ഡ്രോപ്സ് ആയിട്ട് ഒന്ന് ഇങ്ങനെ ഒറ്റിച്ച് കൊടുത്താൽ മതി. അത്ര നമുക്ക് എണ്ണ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നല്ലോണം മൊരിഞ്ഞ് വരികയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വേറെ കറിയോ ഒന്നും വേണ്ട. അപ്പോൾ അത് കണ്ടില്ല, നന്നായിട്ട് പൊള്ളി വരികയും ചെയ്യും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ചുട്ടെടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ അത് മുത്തപ്പക്ക് പോലെയാണ് ഉണ്ടാവുക. സൗദി സ്പെഷ്യൽ മുത്തപ്പക്ക് പോലെ. മുത്തപ്പക്ക് ഞാൻ കാണിച്ചതാണ് കേട്ടോ, മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ മുത്തപ്പക്കിൻ്റെ ടേസ്റ്റ് അല്ല, അത് മുത്തപ്പക്ക് എന്ന് പറയുന്ന ഇലകളാണ്, ഇത് ഇലയല്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തിന്നാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, സ്നാക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ച ഒരു ഉരുള ഞാൻ പൊറോട്ട ആക്കി എന്ന് പറഞ്ഞാൽ അതാണിത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫില്ലിങ് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. മുറിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇഫ്താറിൻ്റെ സ്നാക്കായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ 4ആയിട്ട് മുറിച്ച് കൊടുക്കുക. ഇതിപ്പോൾ 2ആയിട്ടാണ് ഞാൻ മുറിച്ചത്. 4ആയിട്ട് മുറിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഫ്താർ സ്നാക്കും ആവും. പിന്നെ നമുക്ക് മെയിൻ കോഴ്സായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ കണ്ട അതിൻ്റെ ലെയറൊക്കെ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് പുറത്തുണ്ടാവുക. ലെയർ നല്ല തിന്നാണ്, ഉള്ളിൽ നല്ലോണം മസാല ഉണ്ടാവും. അപ്പോൾ വേറൊരു എക്സ്ട്രാ ഇതിൻ്റെ കൂടെ കൂട്ടി തിന്നേണ്ട ഒരു സാധനവും വേണ്ട, ഇത് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മട്ടൺ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചിക്കൻ തന്നെ വേണമെങ്കിൽ അങ്ങനെ ചിക്കൻ അരച്ചിട്ട് അതും ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും നോമ്പൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാവരും നോമ്പൊക്കെ എടുക്കുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.